ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമാണ് നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അപ്പോൾ ഇന്നത്തെ മത്സരം നടക്കുന്നത് ഏപ്രിൽ 15-ാം തീയതി കൃത്യം 7:30 കേട്ടോ. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരിന്റെ തന്നെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. സോ നമുക്ക് മറ്റു ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നല്ല റെക്കോർഡ്സ് ഉള്ള പ്ലേയേഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ആരെയൊക്കെ നിങ്ങൾ പിക്ക് ചെയ്യണം, ആരെയൊക്കെ പിക്ക് ചെയ്യേണ്ട എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ചിന്നസ്വാമി സ്റ്റേഡിയം ഒരു ബാറ്റിംഗ് പിച്ചാണ്. അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് ഗ്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് ബൗളേഴ്സിന് നല്ല രീതിക്ക് സപ്പോർട്ടിങ് സ്വിങ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ആയാണ്. സോ തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് ടേക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫാസ്റ്റ് ബൗളേഴ്സാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കാറുള്ളത്. അതായത് ഓൾമോസ്റ്റ് IPLത്തെ ഏകദേശം എല്ലാ ഗ്രൗണ്ടുകളിലും സ്പിന്നേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഫാസ്റ്റ് ബൗളേഴ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടും ബാറ്റിംഗ് പ്ലസ് ഫാസ്റ്റ് ബോളേഴ്സ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ്. റീസെന്റ് നടന്ന കുറച്ച് IPL മത്സരങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 25 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 8 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ആകെ എടുത്തിട്ടുള്ളത്. സോ അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, അതിൻ്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ കൂടുതൽ ഇവിടെ സപ്പോർട്ടഡ് ആയിട്ടുള്ളത് ഫാസ്റ്റ് ബോളേഴ്സിന് തന്നെയാണ്. സ്പിന്നേഴ്സ് 8 വിക്കറ്റ്സ് എടുത്തിട്ടുള്ളൂ. 180 റൺസ് വരെ ഇവിടെ ആവറേജ് റൺസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും 180+ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ചില മത്സരങ്ങൾ 200+ പോയ മത്സരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 185ഉം സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 182ആണ്. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് വിൻ ചെയ്ത് 30%, സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത് വിൻ ചെയ്ത് 70% ആണ്. അതായത് ഫസ്റ്റ് ബോളിംഗ് ചെയ്യുന്ന ടീമാണ് കൂടുതൽ ഇവിടെ വിൻ ചെയ്യാറുള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. 70%ഓളം അങ്ങനെയാണ് ഇവിടെ വിൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ താപനില, അതായത് ബാംഗ്ലൂരിലത്തെ താപനില എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. റെയിൻ പോസിബിലിറ്റീസ് ഒക്കെ വളരെ കുറവാണ്. ആവറേജ് പിച്ച് സ്കോർ പറയുമ്പോൾ 180 റൺസ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. 650 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 300 വിക്കറ്റ് സ്പിന്നേഴ്സും ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഫാസ്റ്റ് ബോളേഴ്സിന്റെ പകുതി മാത്രമേ ഇവിടെ സ്പിന്നേഴ്സ് വിക്കറ്റ്സ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ പ്രഡിക്റ്റബിൾ സ്കോർ നോക്കുകയാണെങ്കിൽ നമ്മൾ RCB ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ പവർ പ്ലേയിൽ ഒരു 40 to 70 റൺസ് വരെ വരും. ഇതുപോലെ നമ്മൾ എല്ലാ മത്സരവും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മത്സരങ്ങളിലൊക്കെ ഏകദേശം ആ ഒരു സ്കോറും വന്നിട്ടുണ്ട് കേട്ടോ. ആവറേജ് സ്കോർ ആയിട്ട് നമുക്ക് RCB ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ 165 to 190 റൺസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇൻ കേസ് ഇവിടെ SRH ആണ് ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ 35 to 60 റൺസ് ആയിരിക്കും അവരുടെ ആദ്യത്തെ പവർ പ്ലേത്തെ സ്കോർ എന്ന് പറയുന്നത്. ആവറേജ് സ്കോറായിട്ട് 168 തൊട്ട് 178 റൺസ് വരെ വരാൻ ചാൻസ് ഉള്ളൂ SRH ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ. അതുപോലെ തന്നെ RCB വേഴ്സസ് SRH തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് ആണെങ്കിൽ ഇതുവരെ 23 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. RCB 10 മത്സരങ്ങളും SRH 12 മത്സരങ്ങളുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ SRH ആണ് വിൻ ചെയ്തിട്ടുള്ളത്. റീസെൻറ്റ് പെർഫോമൻസ് വൈസ് നോക്കുന്ന സമയത്ത് നമ്മുടെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫസ്റ്റ് മത്സരം ലോസായി, പിന്നെ ഒരു മത്സരം പിന്നെ ബാക്കി അടുപ്പിച്ച് 4 മത്സരമാണ് തോറ്റിരിക്കുന്നത്. അതേസമയം നമ്മുടെ SRH ആകുമ്പോൾ ആദ്യത്തെ മത്സരവും തോറ്റു, രണ്ടാമത്തെ മത്സരം വിൻ ചെയ്തു, മൂന്നാമത്തെ മത്സരം തോറ്റു, ബാക്കി 2 മത്സരങ്ങളും അടുപ്പിച്ച് വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകുന്നത്. പിച്ചിനെ പറ്റിയൊക്കെ അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഒരുപാട് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിഡിലൻ ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ. ആദ്യം തന്നെ പറയാനുള്ളൂ കുബേര ഫാന്റസി എന്ന് പറഞ്ഞ ഒരു കിഡിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലേയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫ്യൂച്ചറാണ് ഈ ഡ്യുവോ ഓപ്ഷൻ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡ്യുവോ പ്രോ ഉണ്ട്. ഡ്യുവോ പ്രോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റിൽ നിന്ന് ഒരാളെ എടുക്കാം, ഈ ഒരു സെറ്റിൽ നിന്ന് ഒരാളെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു ഡീകോക്കിനെ എടുത്തിട്ട് ഇപ്പുറത്തെ സ്റ്റോൺസിനെ എടുത്തു. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത 2 പേരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തത്. നമ്മൾ ഡ്രീം ലെവലിലൊരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 11 പേരെ പിക്ക് ചെയ്യുമല്ലോ. ഇവിടെ 2 പേരായിട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. നമ്മൾ ഓപ്പോസിറ്റ് രണ്ടാളായിട്ട് അവർ ഇറങ്ങാം. ഏറ്റവും കൂടുതൽ പോയിന്റ് സെലക്ട് ചെയ്യുന്ന ആരാണോ അവർ വിന്നെ. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷൻ ആട്ടോ ഈ ഡ്യുവോ. അതുപോലെ തന്നെ നമ്മൾ ഡ്രീം ലെവലിലുള്ള പോലെ കോൺടെസ്റ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഡ്രീം ലെവലിൽ 300 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വെറും 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. എൻട്രി ഫീസ് വളരെ ലോ ആണ്. സോ തീർച്ചയായിട്ടും കുബേര ഫാന്റസി ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വിഷൻ 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം ഡെയിലി ഗീവേഴ്സ് കൊടുക്കുന്നുണ്ട്. 1 രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്യാതെ പൈസ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും.
ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വിഷൻ 11 ഗീവ് അവേ കാണാൻ പറ്റും. ഇതിൽ 3 ലക്ഷം പേരിൽ ഒരു ശതമാനം ആൾക്കാർക്കാണ് ഇവിടെ പൈസ കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് വരുന്ന ആൾക്ക് 5000 രൂപ, പിന്നെ 2000, പിന്നെ 1000 അങ്ങനെയൊക്കെ പോകുന്നു. 0 റുപ്പീസ്, ഒരു പൈസ കൊടുക്കാതെ 0 രൂപയ്ക്ക് ജോയിൻ ചെയ്താൽ തന്നെ ഇത്രയും ഒരു എമൗണ്ട് കിട്ടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് കൂടെയാണ്. ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. നമ്മുടെ ഡ്രീം ഇലവൻ പോലെ തന്നെ ഒരു കിടിലൻ യൂസർ ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ചോയ്സ് ഇലവൻ ഇതുവരെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡെയിലി ഗിവേസ് കൊടുക്കുന്നത്. ഇന്നത്തെ ദിവസം 20,000 രൂപയ്ക്ക് അവർ ഗിവേ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപയുടെ മെഗാ കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങളെ ഡ്രീം ഇലവനായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം എൻട്രി ഫീസ് കുറവെന്ന് പറഞ്ഞാലും പോലെ വളരെയധികം കുറവാണ്. കോമ്പറ്റീഷനും കുറവാണ്. കോമ്പറ്റീഷൻ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിന്നാവാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ ഹൈ ആണ്. സോ തീർച്ചയായിട്ടും ഇതുവരെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ ചാൻസ് ഉള്ള 11 പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിലാണ് ഫാഫ് ഡുപ്ലിസി, വിരാട് കോഹ്ലി, വിൽ ജാക്സ്, അതുപോലെ തന്നെ രാജത് പടിദാർ, അതുപോലെ തന്നെ ക്യാമറോൺ ഗ്രീൻ, ദിനേശ് കാർത്തിക്, ലൂമർ, റൈസ് ട്രോഫി, അതുപോലെ തന്നെ വിജയ് കുമാർ വൈശാഖ്, മുഹമ്മദ് സിരാജ്, ആകാശ് ദീപ്, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള മായങ്ക് ടങ്കാറാണ്. ഇഫ് പ്ലേസ് ഇപ്പോൾ ഫസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ തീർച്ചയായും രാജത് പടിദാറിനെ മാറ്റിയിട്ട് നമ്മുടെ മായങ്ക് ടങ്കാർ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞും സെക്കൻഡ് ബോളിങ്ങിലോട്ട് പോകുന്ന സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും ഇവർ റൊട്ടേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നോക്കിയാൽ ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, ആദ്യം മാർക്കം, ഹെൻറിച്ച് ക്ലേസൻ, അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൽ സമാദ്, നിതീഷ് റെഡ്ഡി, അതുപോലെ തന്നെ ഷബാസ് അഹമ്മദ്, പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ, ജയദേവ് ഉദനക്കൺ, ടി നട്രാജൻ, ഇത്രയും പേരാണുള്ളത്. സോ ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് മായങ്ക് മാർക്കണ്ടയാണ്. ഇഫ് ബോളിംഗ് ഫസ്റ്റ് ആണെങ്കിൽ ട്രാവിസ് ഹെഡ് വരും. ട്രാവിസ് ഹെഡ് അല്ലെങ്കിൽ നേരെ അങ്ങനെ തിരിച്ചു പോകും. ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളിന് വെച്ച് പറയുകയാണെങ്കിൽ ട്രാവിസ് ഹെഡ് ഇപ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്തു. സെക്കൻഡ് ഇന്നിങ്സ് അദ്ദേഹത്തിന് ആവശ്യമില്ല, ബോളിംഗ് ആണല്ലോ. അപ്പോൾ ആ ഒരു സ്ഥാനത്തോട്ട് മായങ്ക് മാർക്കണ്ടെ ഇടും. അതേസമയം ഇപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് SRHന് ബോളിംഗ് ആണെങ്കിൽ മായങ്ക് മാർക്കണ്ടെ ഇറങ്ങും. അപ്പോൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ട്രാവിസ് ഹെഡ് വരും സെക്കൻഡ് ഇന്നിങ്സിൽ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിൽ കീ പ്ലെയേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി, റൈസ് ട്രോഫി, ഹെൻറിച്ച് ക്ലേസൻ, പാറ്റ് കുമിൻസ്, ഇത്രയും പേരാണുള്ളത്. ഇതിൽ നമുക്ക് മെയിൻ പിക്കായിട്ട് പറയാൻ നമ്മുടെ വിരാട് കോഹ്ലിയും ഹെൻറിച്ച് ക്ലേസനുമാണ്. ഓക്കെ, ക്ലേസൻ ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, RCB വേഴ്സസ് SRH തമ്മിലുള്ള പ്ലേയിങ് സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് വിരാട് കോഹ്ലി 6 മത്സരം കളിച്ച് 319 റൺസാണ് ഡ്രീം ടീമിന് വേണ്ടി ഏകദേശം 480 പോയിന്റ്സ് ആണ് നേടിക്കൊടുത്തുള്ളത്. ഫാഫ് ഡുപ്ലിസി 6 മത്സരം കളിച്ച് 170 റൺസാണ് എടുത്തത്. ഡ്രീം ടീമിന് വേണ്ടി 259 റൺസാണ് എടുത്തുള്ളത്. അടുത്ത രാജിത് പടിദാർ, വിൽ ജാക്സ് ആണ് 8 റൺസാണ് എടുത്തുള്ള, ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മത്സരം കളിച്ചുള്ളൂ. രാജിത് പടിദാർ 6 മത്സരം കളിച്ച് 100 റൺസാണ് നമ്മുടെ ബാംഗ്ലൂരിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ 6 മത്സരം കളിച്ച് 32 റൺസ് 4 വിക്കറ്റ് നേടിക്കൊടുത്തിട്ടുണ്ട്. ദിനേശ് കാർത്തിക് 6 മത്സരം കളിച്ച് 143 റൺസ് നേടിക്കൊടുത്തിട്ടുണ്ട്. ലൂമർ 3 മത്സരം കളിച്ച് 50 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസ് ട്രോഫി 3 മത്സരം കളിച്ച് 3 ഇന്നിങ്സ് 3 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. വിജയ് കുമാർ വൈശാഖ് 2 മത്സരം കളിച്ച് 2 വിക്കറ്റ്സും, മുഹമ്മദ് സിരാജ് 6 മത്സരം കളിച്ച് 4 വിക്കറ്റ്സുമാണ് നേടിയിട്ടുള്ളത്. ആകാശ് ദീപ് ആണെങ്കിൽ 1 മത്സരം കളിച്ച് 1 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത് കേട്ടോ. സൺറൈസേഴ്സ് ഹൈദരാബാദിലോട്ട് നോക്കിയാൽ ട്രാവിസ് 4 മത്സരം കളിച്ച് 133 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ 5 മത്സരം കളിച്ച് 167 റൺസും, ആദ്യം മാർക്കം 5 മത്സരം കളിച്ച് 136 റൺസും, ഹെൻറിച്ച് ക്ലേസൻ ആണെങ്കിൽ 5 മത്സരം കളിച്ച് 177 റൺസുമാണ് എടുത്തത്. അതുപോലെ തന്നെ അബ്ദുൽ സമാദ് 5 മത്സരം കളിച്ച് 91 റൺസും, നിതീഷ് റെഡ്ഡി 2 മത്സരം കളിച്ച് 78 റൺസും 1 വിക്കറ്റും എടുത്തിട്ടുണ്ട്. ഷബാസ് അഹമ്മദ് 5 മത്സരം കളിച്ച് 48 റൺസും 3 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. പാറ്റ് കുമിൻസ് അദ്ദേഹം 5 മത്സരം കളിച്ച് 6 വിക്കറ്റ്സ് ആണ് നേടിയിട്ടുള്ളത്. ഭുവനേശ്വർ കുമാർ 5 മത്സരം കളിച്ച് 3 വിക്കറ്റ്സും, ജയദേവ് ഉദനക്കണ്ട് 5 മത്സരം കളിച്ച് 4 വിക്കറ്റും, ടി നട്രാജൻ 3 മത്സരം കളിച്ച് 5 വിക്കറ്റുമാണ് SRHന് വേണ്ടി നേടിക്കൊടുത്തുള്ളത്. അപ്പോൾ ഇന്നത്തെ SRH വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മോസ്റ്റ് റൺ സ്കോറേഴ്സ് ആയിട്ടുള്ള പ്ലെയേഴ്സ്, അതായത് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആരൊക്കെയാണ് നന്നായി റൺസ് സ്കോർ ചെയ്യുന്നത്, എല്ലാ മത്സരവും ആരും നന്നായി കളിക്കണം, അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. വിരാട് കോഹ്ലി 319 റൺസ്, ഫാഫ് ഡുപ്ലിസി 170 റൺസ്, ദിനേശ് കാർത്തിക് 143. ഇവരാണ് മോസ്റ്റ് റൺസ്. ഈ 3 ബാംഗ്ലൂർ ടീമിന്റെ മോസ്റ്റ് റൺസ് ഈ 3 പേരാണ്. അതുപോലെ തന്നെ സൺറൈസേഴ്സിൽ നോക്കിയാൽ ക്ലാസൻ 177 റൺസും, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ 167 റൺസും, ആദ്യം മാർക്കം 136 റൺസുമാണ് SRHന് വേണ്ടി നേടിക്കൊടുത്ത് ടോപ്പ് റൺ സ്കോറേഴ്സ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മോസ്റ്റ് വിക്കറ്റ് ടേക്കേഴ്സ് നോക്കിയാൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിലാണെങ്കിൽ യാഷ് ടയാൽ, അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ, മുഹമ്മദ് സിരാജ്. യാഷ് ടയാൽ 5 വിക്കറ്റ്, മാക്സ്വെൽ 4 വിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് സിരാജ് 4 വിക്കറ്റ്സ് ആണ്. സൺറൈസ് ഹൈദരാബാദിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിക്കൊടുത്തുള്ള പാറ്റ് കുമിൻസ് 6 വിക്കറ്റ്, ടി നട്രാജൻ 5 വിക്കറ്റ്, അതുപോലെ തന്നെ ജയദേവ് ഉദനക്കണ്ട് 4 വിക്കറ്റ്സുമാണ്. ഏറ്റവും കൂടുതൽ ഫാനസി പോയിന്റ് എടുത്തുള്ളത് നമ്മുടെ വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, ദിനേശ് കാർത്തിക്, ഇവർ 3 പേരുമാണ് ബാംഗ്ലൂരിൽ. അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിലാണെങ്കിൽ ക്ലേസൻ
അഭിഷേക് ശർമ്മ, ആരെയും മാർക്കം, ഇവർ 3 പേരുമാണ് ഏറ്റവും കൂടുതൽ ഡ്രീം ടീം പോയിന്റ് നേടിക്കൊടുത്തത്. അതുപോലെ തന്നെ കീ പ്ലേയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, വിൽ ജാക്സ്, ഇവരെയൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ മത്സരത്തിൽ കീ പ്ലേയേഴ്സ് ആയിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ സൺറൈസേഴ്സിലാണ് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഹെൻറിച്ച് കളേസൺ, ഇവരെയൊക്കെ നിങ്ങൾക്ക് കീ പ്ലേയേഴ്സ് ആയിട്ട് ട്രൈ ചെയ്യാം. RCB വേഴ്സസ് SRH തമ്മിലുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആയിട്ട് നമുക്ക് നമ്മുടെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ക്യാപ്റ്റൻ VC ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന വിരാട് കോഹ്ലി, ഗ്ലാൻ മാക്സ്വെൽ, മുഹമ്മദ് സിരാജ്, ഇവർ 3 പേരെയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിലാണെങ്കിൽ അഭിഷേക് ശർമ്മ, ഹെൻറിച്ച് കളേസൺ, അതുപോലെ തന്നെ നമ്മുടെ ഭുവനേശ്വർ കുമാർ, ഇവരൊക്കെ ക്യാപ്റ്റൻ VC ആയിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിലുള്ള ഒരു ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് സൺറൈസേഴ്സ് RCB സ്ട്രോങ്ങർ ആണ്. സോ അവർ ഈസി ടു വിൻ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇന്നത്തെ മത്സരത്തിൽ. അതുപോലെ തന്നെ ഇന്നത്തെ കൂടുതലും RCB പ്ലേയേഴ്സിനെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇട്ട് കുറച്ചുകൂടെ വിന്നിംഗ് പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും. ബിക്കോസ് ഇത് RCBയുടെ പിച്ച് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു ഡുവൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഹെൻറിച്ച് കളേസൺ ആൻഡ് ദിനേശ് കാർത്തിക് ഇൻക്ലൂഡ് RCB ആൻഡ് ഡ്രീം ടീം. സോ ബിക്കോസ് ദീസ് ആർ 2 വിക്കറ്റ് കീപ്പേഴ്സ്, അതായത് ഒരു ക്യാച്ച് പിടിച്ചാൽ 16 പോയിന്റ്സ് ആയിട്ടുണ്ട്. സോ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് തരുന്ന ആൾക്കാരാണ്. ആര് നന്നായി കളിക്കണം എന്നല്ല നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് തരുന്ന ആൾക്കാരെ നോക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഇറങ്ങി, അതുപോലെ തന്നെ നമ്മുടെ ദിനേശ് കാർത്തിക് ഇറങ്ങി. ഇവർ 2 പേരും ഇറങ്ങിയിട്ട് ഇപ്പോൾ എക്സാമ്പിളിന് ദിനേശ് കാർത്തിക് 25 റൺസ് എടുത്തു, അതുപോലെ തന്നെ വിരാട് കോഹ്ലി 25 റൺസ് എടുത്തു. സോ ഈക്വൽ പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 6ഉം 4ൻ്റെ എണ്ണമൊക്കെ സെയിം ആണ്, അപ്പോൾ ഈക്വൽ പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ അതേസമയം ഡുവൽ അഡ്വാൻറ്റേജ് ഉള്ള ദിനേശ് കാർത്തിക്, കാരണം അദ്ദേഹം വിക്കറ്റ് കീപ്പിംഗ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ പോയിന്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിലും സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് കുറച്ചുകൂടെ റൺസ് പോയിന്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അങ്ങനെയാണ് നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ല നമ്മൾ ഈ ഒരു പ്ലെയറിനെ മാത്രം ഓറിയന്റഡ് ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഫ്ലോപ്പ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഓക്കെ, അപ്പോൾ SRH വേഴ്സസ് RCB തമ്മിലുള്ള ടീമിൽ വിരാട് കോഹ്ലി ഈസ് എ ക്യാപ്റ്റൻ, മുഹമ്മദ് സിരാജ് ആസ് എ വൈസ് ക്യാപ്റ്റൻ ഓക്കെ. ഗ്ലാൻ മാക്സ്വെല്ലിനെ നിങ്ങൾക്ക് മുഹമ്മദ് സിരാജ് അല്ലെങ്കിൽ ഗ്ലാൻ മാക്സ്വെല്ലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ആയിട്ട് വിരാട് കോഹ്ലിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ നല്ല റെക്കോർഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് ഒരു മത്സരം പെട്ടെന്ന് ഔട്ടായി, പക്ഷേ അതിന് മുന്നേ കളിച്ച മത്സരങ്ങളൊക്കെ നല്ല രീതിക്ക് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് നല്ല രീതിക്ക് സ്കോർ ചെയ്യാനും നല്ല രീതിക്ക് പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആയാണ്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഒന്ന് നമ്മൾ എടുത്ത് പറഞ്ഞത്, ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ ഒന്ന് നമ്മൾ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, സോ നമ്മുടെ ഒരു പ്രിവ്യൂ ടീം നോക്കാം. അപ്പോൾ ക്ലാസൻ, അതുപോലെ തന്നെ ദിനേശ് കാർത്തിക് നമ്മുടെ ഓപ്ഷനാണ്. വിരാട് കോഹ്ലി, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഫാഫ് ഡുപ്ലിസി. ഓക്കെ, കഴിഞ്ഞ മത്സരം നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തു. അതുപോലെ തന്നെ മാർക്കം, ഗ്ലാൻ മാക്സ്വെൽ, ഓക്കെ, 2 ആളെ ഇൻക്ലൂഡ് ചെയ്യാം. പാറ്റ് കുമിൻസ്, അതുപോലെ തന്നെ റൈസ് ട്രോഫി. ഭുവനേശ്വർ കുമാർ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ, കാരണം റീസെൻ്റ് കളിച്ച മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ മത്സരം 2 വിക്കറ്റ്സ് അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, മെയ്ഡിൻ ഓവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളൊരു ടീം സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ക്യാപ്റ്റൻ VC കൊടുക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വിരാട് കോഹ്ലി തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. വൈസ് ക്യാപ്റ്റൻ നമുക്കൊന്നുമല്ലേ മാക്സ്വെൽ കഴിഞ്ഞ മത്സരങ്ങൾക്ക് വളരെ ബാഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് അദ്ദേഹത്തെ കൊടുക്കാനായിട്ട് ഒരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസിനെ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ടീം ഇവിടെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ടീം നോക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസൻ, അതുപോലെ തന്നെ വിരാട് കോഹ്ലി, ഫാഫ് ഡുപ്ലിസി, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഗ്ലാൻ മാക്സ്വെൽ, ആരെ മാർക്കം, ഭുവനേശ്വർ കുമാർ, പാറ്റ് കുമിൻസ്, അതുപോലെ തന്നെ റൈസ് ട്രോഫി, അതുപോലെ തന്നെ മുഹമ്മദ് സിരാജ്, ഇത്രയും പേരാണുള്ളത്. നിങ്ങൾക്ക് നട്രാജനെ ഒരു റിസ്കി ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഭുവനേശ്വർ കുമാറിന്റെ പ്ലേസിലോട്ട് നട്രാജനെ പ്ലേസ് ചെയ്യാം കേട്ടോ. കാരണം ഭുവനേശ്വർ കുമാർ ഡെത്ത് ഓവർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ല, കൂടുതലും നട്രാജനാണ് ചെയ്യാറ്, പാറ്റ് കുമിൻസും കൂടെ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഫസ്റ്റ് ഇന്നിങ്സ് ആണോ സെക്കൻഡ് ഇന്നിങ്സ് ആണോ നോക്കിയിട്ട് അത് കൊണ്ടുവരും. ഇപ്പോൾ SRHനാണ് സെക്കൻഡ് ബോളിംഗ് എങ്കിൽ, അതായത് ഫസ്റ്റ് ബാറ്റിംഗ് SRHനാണെങ്കിൽ നട്രാജനെ കൊണ്ടുവരാം. അതേസമയം ഫസ്റ്റ് ബോളിംഗ് ഇതാണെങ്കിൽ കൊണ്ടുവരേണ്ട കുറച്ച് ഡൗട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് SRHനാണെങ്കിൽ നട്രാജനെ കൊണ്ടുവരുന്ന ഗുഡ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും സബ്സ്ക്രൈബ് എടുത്തോ. വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്.